എനിക്ക് രാവിലെ എണീറ്റാൽ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് ചാവാൻ പോകുന്ന അവസ്ഥ. അങ്ങനെയുള്ള ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള മിസ്റ്റേക്സ് കൊണ്ടായിരിക്കാം നിങ്ങളുടെ പിമ്പിൾസ് പോവാത്തത്. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് എന്റെ ഒരു സജഷൻ ആണ്. നമ്മൾ എന്തിനാണ് ഈ ടോണർ അപ്ലൈ ചെയ്യുന്നത്? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ഡയറീസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനെ പറ്റിയിട്ട് പറയാനാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്ത് പതിവില്ലാതൊരു വെള്ളം കുടിക്കുന്നു. ഇത് ഇതിന്റെ ഒരു ഭാഗമാണല്ലോ സ്കിൻ കെയറിന്റെ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വെള്ളം കുടിക്കുന്നത് എടുത്തത് കേട്ടോ. നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിക്കും. എനിക്ക് ഈ വെള്ളം മസ്റ്റാണ് കേട്ടോ. എനിക്ക് രാവിലെ എണീറ്റാൽ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് ചാവാൻ പോകുന്ന അവസ്ഥ. അങ്ങനെയല്ല, എനിക്ക് രാവിലെ എണീറ്റ് വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്താ പറയാ, ഞാൻ ആകെ പാടെ എനിക്ക് എന്നും തിരിയില്ല. അപ്പോൾ വെള്ളം എന്തായാലും വേണം. അത് ഇപ്പൊ തുടങ്ങിയതൊന്നല്ല, വെള്ളം എനിക്ക് പണ്ടേ വേണം. രാവിലെ എണീറ്റ് ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന പതിവുണ്ട്. അത് എന്റെ ഒരു സ്കിൻ കെയർ റൂട്ടീന്റെ ഭാഗമാണ്. സ്കിൻ കെയർ റൂട്ടീന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ വെള്ളം കുടിക്കുന്നത് കേട്ടോ, അത് വേണ്ടി മാത്രമല്ല. പക്ഷെ ഞാൻ ഇതിന്റെ ഒരു ഭാഗമാക്കിയിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ പറഞ്ഞത് രാവിലെ എണീറ്റ് ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. ശീലമില്ലാത്തവരാണെങ്കിൽ ഇനി അത് ശീലിക്കുക. കാരണം വെള്ളം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ എന്താ പറയാ, ഡീഹൈഡ്രേഷൻ മാത്രമല്ല, നമ്മുടെ സ്കിന്നിന്റെ നല്ല ബ്യൂട്ടി ആയിട്ട് ഇരിക്കണമെങ്കിൽ അതിന് മസ്റ്റ് ആയിട്ട് വേണ്ടത് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനിൽ എപ്പോഴായിട്ട് ശീലിക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ. രാവിലെ ഉറങ്ങി എണീറ്റ് ഉടനെ തന്നെ ഒന്നും ഞാൻ സ്കിൻ കെയർ ചെയ്യാറില്ല. ഞാൻ രാവിലെ എണീറ്റ് എന്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയ ശേഷമാണ് ഞാൻ സ്കിൻ കെയർ ചെയ്യാറുള്ളത് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സ് എല്ലാം തന്നെ യൂസ് ചെയ്യാറുള്ളത്. ഒരുപാട് ആൾക്കാരുടെ തെറ്റിദ്ധാരണയുണ്ട്, ഇപ്പോഴും തെറ്റിദ്ധാരണയുണ്ട്. നമ്മുടെ ഇങ്ങനെയുള്ള ഒരു സ്കിൻ കെയർ ചെയ്യുന്നത്, ഒരുപാട് പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നത് വളരെ നമ്മുടെ സ്കിന്നിനെ മോശമായിട്ട് ബാധിക്കും. അത് പിന്നീടാണ് നമ്മുടെ സ്കിന്നിനെ ബാധിക്കാന്നുള്ള എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. പക്ഷെ തെറ്റിദ്ധാരണ എന്നല്ല, നമ്മൾ അനാവശ്യമായിട്ട് ഒരുപാട് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാല് ഒരുപാട് ആൽക്കഹോളൊക്കെ അടങ്ങിയ നമ്മുടെ ഫേസ് കെയറിന് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് സ്കിന്നിന്റെ മോശം തന്നെയാണ്. അത്യാവശ്യം നോക്കുക, ഇൻഗ്രീഡിയൻസ് ഒക്കെ ആൽക്കഹോൾ ഒന്നും അടങ്ങാത്ത കണ്ടന്റ് ഒക്കെ ഉള്ള സെറം, മോയ്സ്ചറൈസർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടോണറൊക്കെ നമ്മൾ ആദ്യം തന്നെ വാങ്ങുമ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് വാങ്ങുക. അപ്പൊ നമ്മൾ രാവിലെ ഫേസ് ക്ലെൻസ് ചെയ്യും. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ക്ലെൻസർ സെറ്റാഫിലിന്റെ ക്ലെൻസർ ആണ്. ഓക്കെ, ഇത് ഓൾ സ്കിൻ ടൈപ്സിനുള്ളതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിന് തന്നെ ഓയിലി ഉണ്ട്, സെൻസിറ്റീവ് ഉണ്ട്, കോമ്പിനേഷൻ സ്കിന്നൊക്കെ ഉള്ളത് വേറെ തന്നെ ഓരോന്ന് ടൈപ്സ് അവൈലബിൾ ആണ്. ഈ സെറ്റാഫിലിന്റെ തന്നെ ഞാനിപ്പോ യൂസ് ചെയ്യുന്നത് ഓൾ സ്കിൻ ടൈപ്സിന് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഞാനിതിപ്പോ അപ്ലൈ ചെയ്യുന്നില്ല, കാരണം ഞാനിപ്പോ കുളിക്കുമ്പോൾ ഇത് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. ഈ സെറ്റാഫിലിന്റെ ക്ലെൻസർ ഞാൻ വീക്കിലി ഒരു 2 times ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ. കാരണം നന്നായിട്ട് ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ഒക്കെ നമ്മൾ ഏതെങ്കിലും പ്രോഗ്രാമിനോ ഷൂട്ടിനൊക്കെ മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ അധികം ഈ ക്ലെൻസർ യൂസ് ചെയ്യാറുള്ളൂ. ഇത് ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, ചെയ്യുന്നവരുണ്ട്. അല്ലെങ്കിൽ മാമ-എർത്തിന്റെ അപ്ടാൻ ഫേസ് വാഷ് ആണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ ടാൻ റിമൂവൽ, നമ്മൾ ടാനൊക്കെ റിമൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഞാൻ ആദ്യമൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്, ഞാൻ ഇതിൽ വീഡിയോയിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാമ-എർത്തിന്റെ T3 ഫേസ് വാഷ് ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായത്. അത് എനിക്ക് ഫ്ലോപ്പ് ആയിരുന്നു, വലിയൊരു ഗുണം ഉണ്ടായില്ല. പക്ഷെ ഇത് ഉപ്താൻ ഫേസ് വാഷ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. നല്ല അടിപൊളി, നല്ല സ്മെല്ലും ആണ്. ടേമറിക്കിന്റെ സ്മെല്ലും വാങ്ങിക്കുന്ന എന്താ പറയാ, ഒരു ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല ഒരു എഫക്റ്റ് ആണ് എന്റെ ഫേസിൽ ഉണ്ടായിട്ടുണ്ടാവുക. ഇതാണ് ഞാനിപ്പോ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനം. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഞാൻ ക്ലെൻസർ യൂസ് ചെയ്യും. ഓക്കെ, ക്ലെൻസർ ഓഫ് ഫേസ് വാഷ്. അതിനുശേഷം ടോണർ അപ്ലൈ ചെയ്യും. ടോണർ ഇപ്പൊ ഞാനൊരു 1 month 2 month ആവാറായിട്ടുണ്ടാവും ഞാനിത് ടോണർ ഇപ്പൊ അപ്ലൈ ചെയ്യുന്നത്. ഇത് ഞാൻ മിനിമലിസ്റ്റിന്റെ ടോണർ ആണ്. ഇതും ഓൾ സ്കിൻ ടൈപ്സിന് യൂസ് ചെയ്യുന്നുള്ള ടോണർ ആണ്. ഈ മിനിമലിസ്റ്റിന്റെ തന്നെ സ്കിന്നിന് ഓരോ സ്കിൻ ടൈപ്സിന് ഓരോരോ ടോണർ ഉണ്ട് കേട്ടോ. ഇതിപ്പോ ഓൾ സ്കിൻ ടൈപ്സിനാണ് ഉള്ളതാണ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളത്. നമ്മൾ എന്തിനാണ് ഈ ടോണർ അപ്ലൈ ചെയ്യുന്നത്? നമ്മളെ ക്ലെൻസ് ചെയ്ത ഫേസ് ഹൈഡ്രേറ്റ് ചെയ്യാനും സ്കിന്ന് റീഫ്രഷ് ചെയ്യാനാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു ടോണർ യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പോർസ് ഉണ്ടെങ്കിൽ ആ പോർസ് ഒക്കെ മിനിമൈസ് ചെയ്തിട്ട് സ്കിന്നിന് ഏജിങ് കുറക്കാനും ഈ നമ്മുടെ ടോണർ കൊണ്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യേണ്ടത്? ടോണർ യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്ത ഉടനെ തന്നെ ടോണർ അപ്ലൈ ചെയ്യണം. നമ്മൾ അതിന് മുന്നേ വേറൊരു പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഞാൻ ടോണർ അപ്ലൈ ചെയ്തിട്ടില്ല, അപ്പൊ നമുക്ക് ടോണർ അപ്ലൈ ചെയ്യാം. ഒന്ന് എടുക്കാം. അപ്പൊ ഈ ടോണർ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മുടെ pH ബാലൻസ് ചെയ്യും. നമ്മുടെ സ്കിന്നിന്റെ pH, നമ്മളിപ്പം ക്ലെൻസർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ഒരു നമ്മുടെ നാച്ചുറൽ ഓയിൽ ഉണ്ടാവും.
ആ ഓയിൽ ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്കിന്നിനുള്ള ഒരു ഓയിൽ കാര്യങ്ങളൊക്കെ സെബം കാര്യങ്ങളൊക്കെ എന്താ അത് അവിടെ തന്നെ ലോക്ക് ചെയ്യാനാണ് ശരിക്കും നമ്മൾ ടോണർ അപ്ലൈ ചെയ്യുന്നത്. ടോണർ ലോക്ക് ചെയ്യല്ല, നമ്മൾ ടോണർ അപ്ലൈ ചെയ്തുകൊണ്ട് ആ ഒരു pH ബാലൻസ് ചെയ്ത് പോകും. ടോണർ അപ്ലൈ ചെയ്ത ശേഷം ഒരു 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ഈ അബ്സോർബ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്തെങ്കിലും പറയാം. അപ്പൊ ഈ ടോണർ ചിലർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇറിറ്റേഷൻസ് ഉണ്ടാവും എന്ന് വെച്ചാൽ ചിലപ്പോൾ സെൻസിറ്റീവ് സ്കിന്നിന് ഇതിലൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാവും. ചിലപ്പോൾ എന്തുകൊണ്ടാ വെച്ചാൽ ഈ നമ്മൾ ടോണർ എടുക്കുമ്പോൾ ആൽക്കഹോൾ, ഞാൻ ആദ്യം പറഞ്ഞു ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയ ടോണർ എടുക്കാതിരിക്കുക. അപ്പൊ നോൺ ആൽക്കഹോളിക് ആണെങ്കിൽ അത് മസ്റ്റായിട്ടും വാങ്ങിയിട്ട് യൂസ് ചെയ്യാം. യൂസ് ചെയ്യുമ്പോൾ ക്വാളിറ്റി കുറച്ച് എടുക്കുക. അപ്പൊ വലിയ ഇറിറ്റേഷൻസ് ഒന്നും നിങ്ങളുടെ സ്കിന്നിനെ ബാധിക്കില്ല. ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് സെറ ആണ് കേട്ടോ. ടോണർ അപ്ലൈ ചെയ്ത ശേഷം സെറ അപ്ലൈ ചെയ്യും. ഇത് ഞാൻ എന്റെ മുന്നേ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഞാൻ ഡെർംഡോക്കിന്റെ 10% നിയാസിനമൈഡ് സെറാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ഇതും ടോണർ അപ്ലൈ ചെയ്ത ശേഷം എടുക്കാം. ഇത് കുറെ ടൈമൊന്നും എടുക്കുന്ന സംഭവമല്ല കേട്ടോ, പെട്ടെന്നൊരു 2 മിനിറ്റ്സിനുള്ളിൽ ഞാൻ തീർക്കുന്ന സംഭവമാണ്. പക്ഷെ ഇത് നിങ്ങളോട് ഇന്നൊരു വ്ളോഗ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കൂ, ഇതൊക്കെ ചെയ്യാൻ എവിടെ ടൈം? ഇതൊന്നും ശരിക്കും സമയം വേണ്ട, കുറച്ച് മതി. ഓക്കെ, നമ്മൾ എന്തിനാണ് സെറം യൂസ് ചെയ്യുന്നത്? എല്ലാ സ്കിന്നിനും ഈ സെറം, ഫേസ് സെറം വെറൈറ്റി ഓഫ് ഫേസിലാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. അതായത് ഓരോരോ വെറൈറ്റിയിലാണ് ഓരോ സ്കിൻ ടൈപ്സിനും നമ്മുടെ ഫേസിൽ സെറം എഫക്ട് ചെയ്യുന്നത്. അപ്പൊ സെറം തന്നെ കുറെ ടൈപ്സ് ഉണ്ട്. ചിലർക്ക് ഒന്നും സ്കിന്നിന് ഒരു ഇറിറ്റേഷൻ ഒന്നും ഇല്ലാത്ത പ്രോബ്ലംസ് ഇല്ലാത്ത സ്കിൻ ഉണ്ട്. അതായത് ഓൾ സ്കിൻ ടൈപ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ സെറം ഉണ്ട്. അതുപോലെ തന്നെ ഡ്രൈ കോമ്പിനേഷൻ, സെൻസിറ്റീവ് സ്കിന്നിനൊക്കെ ഓരോരോ എന്താ കാരണം നോക്കുക. നിങ്ങളുടെ സ്കിന്നിനുള്ള പ്രശ്നം എന്താ? പിമ്പിൾസ് ആണോ, അല്ല ഡാർക്ക് സ്പോട്ട്സ് ആണോ, അല്ല പോർസ് ആണോ, സ്കിന്നിന്റെ പ്രോബ്ലം എന്താ, ഏജിങ് ആണോ, ഏജിങ് പ്രോബ്ലം ആണോ, അങ്ങനെ എന്താണ് നിങ്ങളുടെ സ്കിന്നിനുള്ള പ്രോബ്ലം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കണ്ടെത്തുക. എന്നിട്ട് നിങ്ങൾ സെറം ചൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഡെർംഡോക്കിന്റെ സെറം തന്നെ ഇത് ഓൾ സ്കിൻ ടൈപ്സിന് യൂസ് ചെയ്യുന്നതാണ്. ഇതിന്റെ ഞാൻ ഡീറ്റെയിൽഡ് റിവ്യൂ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാൻ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കയറിയിട്ട് കാണാം. ഇനി അടുത്തതാണ് മോയ്സ്ചറൈസർ. ഓക്കെ, ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഡോക്ടർ ഷത്തിന്റെ മോയ്സ്ചറൈസർ ആണ്. ഹൽദി ആൻഡ് ഹൈലറോണിക് ആസിഡ്. ഓക്കെ, ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്. ഇത് എടുക്കാം. ജസ്റ്റ് ചെറിയ എമൗണ്ടിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നതെല്ലാം. ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഒന്നാമത് പറയുന്നത് നമ്മുടെ സ്കിന്നെ ഹൈഡ്രേറ്റ് ആക്കി വെക്കും. അതുപോലെ തന്നെ നല്ല സ്മൂത്തൻ ചെയ്യും. ഏജിങ് കുറക്കാനും നമ്മുടെ മോയ്സ്ചറൈസർ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്ന് സൂത്തസ് ചെയ്യും. സൂത്തസ് ചെയ്യും മീൻസ് എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻസ്, റെഡ്നെസ്, എസ്പെഷ്യലി സെൻസിറ്റീവ് സ്കിന്നിനാണ് പറയുന്നത്, റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ആക്നെ പ്രിവെന്റ് ചെയ്യാനും ഈ മോയ്സ്ചറൈസർ ഹെൽപ്പ് ചെയ്യും. സ്കിന്നിലുള്ള ഓവർ സെബം പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യും കേട്ടോ ഈ മോയ്സ്ചറൈസർ. നമ്മളെ അപ്പോ നമ്മുടെ പിമ്പിൾസ് റെഡ്യൂസ് ചെയ്യും. ഒരുപാട് സെബം നമ്മുടെ സ്കിന്നിൽ, ചിലരുടെ സ്കിന്നിൽ ഒരുപാട് സെബം പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടാവും. അത് കാരണമായിരിക്കും ചിലപ്പോൾ പിമ്പിൾസ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഗേൾസിന് ഇമ്പോർട്ടന്റ് ആയത് എന്താ, നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യണം. അപ്പം മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. എൻവയോൺമെന്റ് പൊല്യൂഷൻ ഒക്കെ ഉള്ള സമയമാണ്. ഇപ്പൊ നമ്മൾ പുറത്തേക്കൊക്കെ ടൗണിലൊക്കെ പോകുമ്പോൾ കൺസ്ട്രക്ഷൻസ് നടക്കുന്നതുകൊണ്ട് ഒരുപാട് പൊല്യൂട്ടഡ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് ഒരു ബാരിയർ ആയിട്ട് ഈ മോയ്സ്ചറൈസർ നിൽക്കുന്നുള്ളതാണ്. ഓക്കെ, നല്ലൊരു യൂത്ത്ഫുൾ സ്കിന്ന് നമുക്ക് തരും. അപ്പൊ ഇത്രയും ഗുണങ്ങളുണ്ട് ഈ മോയ്സ്ചറൈസർ, തള്ളിക്കളയരുത്. സൺസ്ക്രീൻ. സൺസ്ക്രീൻ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് 1% ഹൈലറോണിക് ആസിഡിന്റെ സൺസ്ക്രീൻ ആണ്. ഇത് SPF 15 ആണ് വരുന്നത്. ഇതിന്റെയും ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. 2 ഫിംഗറിലാണ് ശരിക്കും കോട്ട് ചെയ്യേണ്ടത്. ഞാനിപ്പോ ഇത് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് കുറച്ചേ എടുക്കുന്നുള്ളൂ. പുറത്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് മസാജ് ഒന്നും ചെയ്ത് കൊടുക്കാതെ സ്കിന്നിലൊരു ലെയർ പോലെ ഇത് എഫക്ട് ചെയ്യണം. ഓക്കെ, സൺസ്ക്രീനിന്റെ മെയിൻ യൂസ് പറയുന്നത് എന്താ, നമുക്ക് ഒരുപാട് സൺ ഡാമേജിങ് റേസസ് ഉണ്ട്. UVA, UVB അങ്ങനെ ഒരുപാട് റേസസ് നമ്മുടെ സ്കിന്നിന്റെ ക്യാൻസർ, സൺബേൺസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ നിന്നൊക്കെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യും. എന്റെ സ്കിൻ കെയർ റൂട്ടീനിൽ അവസാനമായിട്ട് ഞാൻ ചെയ്യുന്നത് ലിപ് ബാം. ലിപ് ബാം നമ്മുടെ ലിപ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കയ്യനി വാഷ് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ പ്രൊഡക്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ചുണ്ടിന് ഇത് യൂസ് ചെയ്യരുത്. ഞാൻ ഇവിടുന്ന് കൈ വാഷ് ചെയ്യുക. 1 മിനിറ്റ് ഞാനിപ്പോൾ വാഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ അവസാനമായിട്ട്
എല്ലാവർക്കും ലിപ് ബാം അറിയാം എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ലിപ്സ് നമ്മുടെ ഡ്രൈനെസിനും നമ്മുടെ പിഗ്മെന്റേഷനും അതുപോലെ തന്നെ ചുണ്ട് പൊട്ടിപ്പോകുന്ന അങ്ങനെയൊക്കെ ഉള്ളതിനാണ് നമ്മൾ ലിപ്സ് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീയുടെ ലിപ് പ്ലംബിംഗ് മാസ്ക് ആണ് കേട്ടോ. ഇത് വൈറ്റമിൻ C+E ആണ്. നൈറ്റ് ലിപ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യും. ഇതിന്റെയും റിവ്യൂ ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് കാണാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ എന്റെ മോർണിംഗ് സ്കിൻ കെയർ കേട്ടോ. അപ്പൊ ഇതുപോലെ തന്നെ നൈറ്റും ഉണ്ട് കേട്ടോ സ്കിൻ കെയർ. ഞാൻ വേറെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഇതിന്റെ കൂടെ ഒരുപാട് വീഡിയോ അങ്ങനെ ലാഗായി പോകണ്ട. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യമുള്ളവർ അവർക്ക് മസ്റ്റ് ആയിട്ടും കയറി നോക്കാം. ഇത്രയേ ഉള്ളൂ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ. ഒരുപാടൊന്നും ചെയ്യുന്നില്ല. ശരിക്കും സ്കിൻ കെയർ ചെയ്യുന്നത് അത്യാവശ്യം നല്ല തന്നെയാണ്. നമുക്ക് ഇപ്പോ നമ്മുടെ ലേഡീസ്, ഇപ്പോഴത്തെ ഗേൾസ് എല്ലാവരും തന്നെ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്കിൻ കെയർ. അത്യാവശ്യം ഞാനും അതെ കുറച്ച് കാലങ്ങളായിട്ട് സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. ഇതിനൊന്നും അത്ര വലിയ ടൈമൊന്നും എടുക്കൂല. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളൊന്ന് നമ്മള് സമയം കിട്ടുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ രാവിലെ എണീറ്റ് ഉടനെ ഇത് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ രാവിലെ കുളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് മേക്കപ്പ് ഒക്കെ എവിടെയെങ്കിലും പുറത്ത് പോകണമെങ്കിൽ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് സ്കിൻ കെയർ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഫേസ് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. ഇതൊന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇത് മാത്രമല്ല, നമ്മൾ പറഞ്ഞ പോലെ വെള്ളം നന്നായിട്ട് കുടിക്കണം. വെള്ളം കുടിക്കുന്നത് മസ്റ്റായിട്ടും നമ്മുടെ സ്കിന്നിന്, നമ്മുടെ സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമുള്ള കാര്യമാണ്. പറയാൻ വിട്ടൊരു കാര്യമുണ്ട്, എന്റെ ഒരു സജഷൻ ആണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്റെ സ്കിന്നിൽ പിമ്പിൾസ് കൊണ്ട് എപ്പോഴും ശ്വാസം മുട്ടുന്നു. അങ്ങനെ ഒരു കാര്യം, പിമ്പിൾസ് ഒക്കെ നന്നായിട്ടുള്ളവര് നിങ്ങൾ ടവൽസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഹെയറിന് യൂസ് ചെയ്ത സെയിം ടവല് നിങ്ങളുടെ ഫേസിന് യൂസ് ചെയ്യാതിരിക്കുക. അത് നോക്കുക. ചിലപ്പോൾ ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള മിസ്റ്റേക്സ് കൊണ്ടായിരിക്കാം നിങ്ങളുടെ പിമ്പിൾസ് പോവാത്തത്. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് എന്റെ ഒരു സജഷൻ ആണ്. ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാട്ടോ. എന്നാൽ മാത്രമേ ഞാൻ എപ്പോഴും ഇടുന്ന വീഡിയോസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളത് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.